ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ പൂഞ്ഞാറിയും കക്കൂസ് PC ജോർജ് പുതിയ ഉടായിപ്പായിട്ട് ആദ്യം പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഈ പൂഞ്ഞാറിനെ പുറത്തുനിന്ന് ആരും കാണാറില്ല. വീട്ടിലെ കക്കൂസ് തന്നെ കുത്തിയിരുന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പച്ച വർഗീയത പറയുന്നു ഇത്രയും ദിവസവും. അപ്പൊ സംഘികളും ക്രിസംഖികളും കൂടി പറഞ്ഞ് പൂഞ്ഞാറിയ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ 2-3 വർത്താനം പറയാന്ന്. അങ്ങനെ ഒരു ചാനൽ ഇരുന്നിട്ട് 2 ദിവസമായി പൂഞ്ഞാറിയൻ മുസ്ലിങ്ങൾ ഇങ്ങനെ സുഖിപ്പിച്ചോണ്ടേയിരിക്കുന്നത്. അതായത് അമ്മാതിരി കുംഭസാരാന്ന് PC ജോർജ് ആ ചാനൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ നല്ലവരാണ്, മുസ്ലിങ്ങളെ പോലത്തെ തങ്കക്കുടങ്ങൾ ഇന്ത്യയിലെന്നല്ല ലോകരാജ്യങ്ങളിൽ എവിടെയില്ല എന്നാണ് ഇപ്പൊ നമ്മളെ PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പൂഞ്ഞാറിയൻ ജോർജ് മുസ്ലിങ്ങളെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ല, ഹിന്ദുവായ എന്റെ കണ്ണുനീരിങ്ങനെ തുളുതുളാന്ന് ഒഴുകിയിട്ടുണ്ടല്ലോ. എന്റെ വീടിന്റെ അപ്പുറത്ത് 2 കുളങ്ങളായി, കണ്ണുനീരിന്റെ 2 കുളങ്ങളായി എന്റെ കണ്ണുനീരിനെ കൊണ്ട് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളെ വീടിന്റെ അടുക്ക കണ്ണുനീരിന്റെ കുളങ്ങൾ വേണമെങ്കിൽ PC ജോർജ് പറയുന്ന ആ വാക്കുകൾ കേട്ടാൽ മതി. ആ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ആ നല്ല വാക്കുകൾ കേട്ടിട്ട് വന്നാലോ. വാ, മുസ്ലിം ഭീകരതയാണ് ഞാൻ എതിർക്കാൻ, മുസ്ലിമിനെ എതിർക്കാൻ ഞാനില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ. ഇങ്ങനെയല്ല PC നിങ്ങൾ സ്ഥിരം പറയില്ല. നിങ്ങൾ ഇപ്പം പറഞ്ഞ വെറും ഉടായിപ്പാണ്. നിങ്ങൾ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതായത് ഇന്ത്യയിലല്ല ലോകത്തുള്ള മുസ്ലിങ്ങൾ മൊത്തം ഭീകരവാദികൾ എന്നാണ് PC ജോർജ് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുന്നത് ചെറ്റത്തരാണെങ്കിലും പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല PC. നമുക്ക് PC-യുടെ അടുത്ത കണ്ണുനീർ വാക്കുകൾ കേട്ടിട്ട് തരാം. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. അതാണ് സത്യം PC. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് PC-ന്റെ ഓർമ്മക്കുറവല്ല PC, ഇത് ഇലക്ഷൻ ആയതുകൊണ്ടല്ല. ഇലക്ഷൻ ആയതുകൊണ്ടുള്ള മാത്രം ഓർമ്മക്കുറവാ PC-ക്ക്. ഇത് ഇയാൾ പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതേ വായ കൊണ്ട്, ഇതേ കക്കൂസ് വായ കൊണ്ട് ഇയാള് മുസ്ലിങ്ങളെ പറ്റി പച്ച വർഗീയത പറയും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. നമുക്ക് പൂഞ്ഞാറിന്റെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ എനിക്കുണ്ട്. പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ടായിരിക്കുന്നു. അത് പൊളിറ്റിക്കൽ ഇസ്ലാം. അവരെ ഇന്ത്യയെ പിടിച്ചടക്കണം. കേരളം 47-37 പിടിക്കുന്നു ഇവന്മാർ പറയുന്നത്. എന്തൊരു ബോധമാണ്. അങ്ങനെ പറഞ്ഞവരുടെ കൂടെ PC നിങ്ങൾ വേദി പങ്കിട്ടിട്ടുണ്ട്. അവരെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ വോട്ട് വാങ്ങി PC ജയിച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ എന്റെ പൂഞ്ഞാറിയം PC? പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉള്ളതാണ്, പുഴുക്കത്തുകൾ. എല്ലാ വിഭാഗത്തിലും പുഴുക്കത്തുകൾ ഉണ്ടെന്ന്. അതായത് ക്രിസ്ത്യാനികളിൽ ഏറ്റവും വലിയ പുഴുക്കത്തുണ്ടല്ല നിങ്ങളും പിന്നെ നിങ്ങളെ സന്താനവുമാണ് എന്റെ പൂഞ്ഞാറിയം ജോർജ്. ആ സത്യമൊന്ന് നിങ്ങൾ മനസ്സിലാക്ക്. ആ സത്യമൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കന്റെ PC ജോർജ്. നമുക്ക് PC-യുടെ അടുത്ത സങ്കടം ഉണ്ടാക്കുന്ന കണ്ണുനീർ തുളുമ്പുന്ന അടുത്ത വാക്കുകൾ കേട്ടിട്ട് വന്നാലോ. മറ്റുള്ള മതം പാടില്ല, ക്രിസ്ത്യാനിയെ കൊല്ലണം, ഹിന്ദുവിനെ കൊല്ലണം, മുസ്ലിം മാത്രം മതി, അങ്ങനെ പോകാവൂ? അത് തെറ്റല്ലേ? അങ്ങനെ ഭീകരവാദം നടക്കുന്ന വിഭാഗക്കെതിരെ പറഞ്ഞപ്പോൾ അതിലെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. വിഷമിക്കും പൂഞ്ഞാറിയൻ ജോർജ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ വിഷമിക്കും. കാരണം ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ അത്രമാത്രം PC ജോർജ് എന്ന നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അത്രമാത്രം അവർ ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളെ PC ജോർജ്. അങ്ങനെ പൂഞ്ഞാലിലെ മുസ്ലിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന, അത്രമാത്രം വിശ്വസിച്ചിരുന്ന PC ജോർജ് എന്ന നിങ്ങളുടെ വായിൽ നിന്നാണ് അവരെ കുറിച്ച് വർഗീയവാദികളെന്നും ഭീകരവാദികളെന്നും കേട്ടത്. അപ്പൊ പൂഞ്ഞാലിലെ മുസ്ലിങ്ങൾ വിഷമിക്കും PC ജോർജ്. നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി രാവെന്നോ പകലെന്നോ നോക്കാതെ അധ്വാനിച്ച പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾക്ക് അത്രമാത്രം വേദനിക്കും പൂഞ്ഞാറിയൻ ജോർജ്. പിന്നെ നിങ്ങളിപ്പം പറഞ്ഞു മറ്റുള്ള മതങ്ങളൊന്നും പാടില്ല, അവരെയൊക്കെ കൊല്ലണമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞെന്ന്. ആരാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? ഒന്ന് തെളിയിക്കന്റെ പൂഞ്ഞാറിയൻ ജോർജ്. നിങ്ങൾ ഇതിനിടക്ക് പൂഞ്ഞാൽ ഒരുപാട് ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന് തട്ടിവിട്ട് തെളിവ് ചോദിച്ചപ്പോ ഒരൊറ്റ തെളിവ് നിങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു. അമ്മാതിരി പച്ചക്കളല്ല നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അത്രമാത്രം ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്ന ആളാണെന്നുണ്ടല്ല, നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ടതുണ്ടല്ല കെവിൻ പീറ്ററെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ഭീകരവാദം പറഞ്ഞ, ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ കെവിൻ പീറ്റർ എന്ന വർഗീയവാദിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് അയാൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി എക്കിന് ഉറപ്പുണ്ടോ പൂഞ്ഞാറിയൻ ജോർജ്? അങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ പിടുക്ക പറക്കും. നിങ്ങളെങ്ങാനും കെവിൻ പീറ്റർക്കെതിരെ ഒരു അക്ഷരം സംസാരിച്ചാണ്ടല്ല നിങ്ങളെ മകൻ ഷൊണ്ണ ജോർജ് അല്ലേ നിങ്ങളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ സന്താനം ചവിട്ടി പുറത്താക്കും. അങ്ങനെ നിങ്ങൾ ഭീകരവാദത്തിനെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാസക്കെതിരെയും RSS-നെതിരെയും കൂടി സംസാരിക്കണമായിരുന്നു. അങ്ങനെ നിങ്ങൾ സംസാരിക്കൂല നമുക്കറിയാം. നമുക്കെന്തായാലും പൂഞ്ഞാറിയം തള്ളുന്ന അവസാന തള്ളും കൂടി കേട്ടിട്ട് വരാം. ഞാനിവിടെ ഒരു സമുദായത്തെ പറ്റിയും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കാറ്. എല്ലാ മതസ്ഥരുമായിട്ട് അനുകൂലമായിട്ട് ഞാൻ നിന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കഴിഞ്ഞ ഇലക്ഷൻ 2021 മുസ്ലിം കമ്മിറ്റിയെതിരെ എൻ്റെ കുഴപ്പമല്ല, ഞാൻ അവരൊന്നും ചെയ്തിട്ടല്ല. SDP എന്ന് പറയുന്ന രാജ്യവിരുദ്ധ മുസ്ലിം സംഘടന, അവരുടെ പ്രവർത്തന ഫലമാണത്.
അത് തന്നെയല്ല, എൻ്റെ കൂടെ ഞാൻ ഒരുത്തനെ പിടിച്ച് ഒരുത്തനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. അവൻ കൈക്കൂലി മേടിച്ചപ്പോൾ ഇവിടെ പിടിച്ച് അവൻ്റെ ചെക്കുരിക്കൊന്ന് കൊടുത്തിയാൻ അവൻ്റെ വൈരാഗ്യം. അതുപോലെ തന്നെ ഒരു 3 ഈരാറ്റുപേട്ടക്കാരനോട് ഉണ്ടായിരുന്ന ഒരു മൗലവിയ, അയാളെ 3 ഗർഭിണിയാക്കി, 3 പെണ്ണുങ്ങളെ അടി കൊടുക്കാതിരിക്കാൻ പറ്റും. ഇവനെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈരാറ്റുപേട്ട വർഗീയത പറഞ്ഞാണ്, വർഗീയത ഉണ്ടാക്കിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി. മനസാക്ഷിയുള്ള മുസ്ലിം സമൂഹം ഇപ്പോഴും എന്നോട് അനുകൂലമായും സ്നേഹത്തിലാണ് നിൽക്കുന്നത്. ഞാനോ തെറ്റും ചെയ്തിട്ടില്ല, അവർക്കറിയാം. മുസ്ലിങ്ങൾക്ക് ഈരാറ്റുപേട്ട ഗുണമല്ലാതെ വല്ലതും ചെയ്തു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗുണമല്ലാതെ ദോഷം എന്തെങ്കിലും ചെയ്തോന്നാണ് ഈ പൂഞ്ഞാറിയൻ ജോർജ് ചോദിക്കുന്നത്. എന്റെ പൂഞ്ഞാറിയൻ ജോർജ്, നിങ്ങൾ പൂഞ്ഞാറിനെ കുറിച്ച് പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ കേരളത്തിലെ സംഘികളെക്കാളും ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിലെ സംഘികളാണ്. നിങ്ങൾ പൂഞ്ഞാറിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞ ലൗജിയാദ് ആരോപണം ഉണ്ടല്ല, അത് ഏറ്റവും കൂടുതൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളത്തിലെ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്താനും ഉത്തരേന്ത്യയിലെ സംഘികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പൂഞ്ഞാറിയൻ ജോർജ്, കേരളത്തെ ഭീകരവാദികളുടെ സംസ്ഥാനമായി ഉത്തരേന്ത്യ സംഖ്യകൾ പറയുമുണ്ടല്ല, പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ പ്രസംഗമാണ് പൂഞ്ഞാറിയൻ ജോർജ്. എന്നിട്ട് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ, പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് അങ്ങനെയൊന്നും പറയല്ല പൂഞ്ഞാറിയൻ ജോർജ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നല്ലത് മാത്രം ചെയ്ത പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് മൊത്തം ദോഷമായിരുന്നു ജോർജ്, മൊത്തം ദോഷമായിരുന്നു. നിങ്ങളിപ്പോ നിങ്ങളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഈ വീഡിയോയിലടക്കം നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളം മാത്രമേ പറയുന്നുള്ളൂ പൂഞ്ഞാറിയൻ ജോർജ്. അതായത് ന്യായീകരിക്കാൻ വന്നിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ആ വർഗീയതയില്ലേ, മുസ്ലിം വിദ്വേഷമില്ലേ, അതിങ്ങനെ നുരഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം അത്രമാത്രം വർഗീയത എന്ന, അത്രമാത്രം മുസ്ലിം വിദ്വേഷം എന്നുള്ള അഴുക്കുണ്ടല്ല നിങ്ങളെ ശരീരത്തെ ബാധിച്ച് അത് കാർന്ന് തിന്നാൻ തുടങ്ങി എന്റെ പൂഞ്ഞാറിയൻ ജോർജ്. അതുകൊണ്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാതെ, ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകിയിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച മുസ്ലിങ്ങളുടെ മുന്നിൽ നിങ്ങൾ വീണ്ടും വെറും വൃത്തികെട്ട സാധനമാകല്ലേ എന്റെ പൂഞ്ഞാറിയൻ ജോർജ്. അതുകൊണ്ട് സ്വന്തം വീട്ടിലെ സ്വന്തം കക്കൂസിലിരുന്നിട്ടില്ല, അവിടെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന മൊത്തം വർഗീയത അതുപോലെ അങ്ങ് പറഞ്ഞ് തൃപ്തി അടയന്റെ പൂഞ്ഞാറിയൻ ജോർജ്, തൃപ്തി അടയും. അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പൂഞ്ഞാറിയൻ ജോർജ് മാത്രമാണ്. ആ വർഗീയത എത്ര തേച്ച് കഴിയാലും എത്ര സോപ്പിട്ട് കഴിയാലും ഒരിക്കലും മാറില്ല എന്ന് ഈ വീഡിയോയോടുകൂടി വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.